യുദ്ധം മുറുകുമ്പോൾ ഇതാദ്യമായി ഇന്ത്യൻ തീരത്തും ആശങ്ക ഉയരുന്നു എന്നുള്ള വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക മുക്കിയ ഇറാനിയൻ കപ്പലിൽ നിന്നും 87 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷിച്ചുവെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. വിശാഖപട്ടണത്തെ നാവിക അഭ്യാസത്തിന് ശേഷം മടങ്ങിയെത്തിയ കപ്പലാണ് തകർത്തത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്തത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന വിമർശനം. ഇന്ത്യൻ തുറമുഖങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ് പറയുന്നത്. ഇന്ത്യൻ നാവികസേന ആതിഥ്യം വഹിച്ച നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങിയ IRIS ദേനയാണ് അമേരിക്ക ടോർപിഡോ ഉപയോഗിച്ച് തകർത്തത്. അതേസമയം ഇറാനിലും ലെബനോനിലും വ്യോമാക്രമണവും ഏറ്റുമുട്ടലും തുടരുകയാണ്. ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ കപ്പൽ തകർക്കപ്പെട്ടതിൽ ആഗോളതലത്തിൽ വലിയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ഇന്ത്യ ക്ഷണിച്ചതനുസരിച്ച് ഇന്ത്യൻ നാവികസേനയുടെ 2 അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയ ശേഷം മടങ്ങുകയായിരുന്ന ഇറാന്റെ പടക്കപ്പലാണ് ആക്രമണത്തിന് വിധേയമായിരിക്കുന്നത്. ഇന്ത്യയുടെ നാവിക അതിർത്തിക്കുള്ളിലല്ല, ശ്രീലങ്കൻ അതിർത്തിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇന്ത്യക്ക് വലിയ ആധിപത്യമുള്ള മേഖലയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു വലിയ ആക്രമണം ഇറാനിയൻ കപ്പലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കപ്പൽ തീർത്തും യുദ്ധസജ്ജമല്ലായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള കാര്യം. വിഷയത്തിൽ ഇന്ത്യയുടെ നാവിക ആസ്തികൾ ഉൾപ്പെടെ US ഉപയോഗപ്പെടുത്തിയതായുള്ള USന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണമായിരുന്നു. അക്കാര്യം ഇന്ത്യ ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ തുറമുഖങ്ങളൊന്നും തന്നെ US ഉപയോഗിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ രാജ്യത്ത് പ്രതിപക്ഷം ഇത് കേന്ദ്ര സർക്കാരിനെതിരെ വലിയൊരായുധമാക്കി ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യയുടെ ക്ഷണപ്രകാരം ഇന്ത്യയിലെ നാവികാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തു മടങ്ങിയ പടക്കപ്പലിന് നേരെ ആക്രമണമുണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകേണ്ടതാണെന്നും ഇന്ത്യൻ നാവികസേന ഉൾപ്പെടെ അറിയാതെ എങ്ങനെ ഇത്തരത്തിലൊരാക്രമണം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നടന്നു എന്നുള്ളതാണ് ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നാവികാസ്തികൾ ഉൾപ്പെടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടി കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. യുദ്ധം ഉടനൊന്നും അവസാനിക്കാൻ സാധ്യതയില്ലെന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ആദ്യ 5 ദിവസം വ്യോമാക്രമണമായിരുന്നു എങ്കിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ ആക്രമിച്ചാണ് അമേരിക്ക സംഘർഷം കൂടുതൽ കലുഷിതമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലായിരുന്നു ഈ ആക്രമണം എന്നതും ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ശ്രീലങ്കയുടെ തെക്കൻ തീരത്തു നിന്നും ഏകദേശം 40 നോട്ടിക്കൽ മൈൽ, ഏകദേശം 74 കിലോമീറ്റർ അകലെയാണ് ഈ കപ്പലിന് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ ആണവ മുങ്ങിക്കപ്പലിൽ നിന്നും ടോർപിഡോ ആക്രമണത്തിലാണ് ഇറാന്റെ പടക്കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇതിൽ 180 നാവികരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 87 പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കപ്പലിൽ നിന്നും അപായ സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ശ്രീലങ്കൻ സേന ഇതിൽ 32 പേരെ രക്ഷിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 15 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ മിലാൻ നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കപ്പലിന് നേരെയാണ് അമേരിക്ക ആക്രമണം അഴിച്ചുവിട്ടത്. ഗൾഫ് രാജ്യങ്ങളോട് സന്ധി സംഭാഷണത്തിന് ഇറാൻ സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നതും നിർണായകമായ കാര്യം കൂടിയാണ്. മേഖലയുടെ സ്ഥിരതയ്ക്ക് ഒന്നിച്ചു നിൽക്കാമെന്ന് ഇറാൻ പ്രസിഡന്റ് അറിയിച്ചിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്നുവെന്നും അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിന് മുന്നിൽ മറ്റു വഴികൾ ഇല്ലായിരുന്നുവെന്നുമാണ് ഇറാൻ പ്രസിഡന്റിന്റെ വാക്കുകൾ. ഒപ്പം തന്നെ കുവൈറ്റിൽ നിന്നും ആശങ്ക ഉണ്ടാക്കുന്ന പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. കുവൈറ്റ് തീരത്തു നിന്നും 30 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് 55 കിലോമീറ്ററോളം അകലെ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട്. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എണ്ണ ടാങ്കറിൽ ചോർച്ചയുണ്ടായെന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇത് കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്ന ആശങ്കയുമുണ്ട്. സൗദിക്ക് നേരെ വന്ന 3 ക്രൂയിസ് മിസൈലുകൾ പ്രതിരോധിച്ചു എന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അൽഖർജ് നഗരത്തിന് പുറത്താണ് ഈ 3 ക്രൂയിസ് മിസൈലുകളും നാശം വിതച്ചിരിക്കുന്നത്. സൗദി ഈ മിസൈലുകളെ പ്രതിരോധിച്ചിരിക്കുകയാണിപ്പോൾ. ദോഹയിലെ US എംബസിക്ക് സമീപമുള്ള താമസക്കാരെ ഖത്തർ ഒഴിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷ കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ദോഹയിലെ US എംബസിക്ക് സമീപമുള്ള വീടുകളിൽ താമസിക്കുന്നവരെ സുരക്ഷിതരാക്കാനാണ് നടപടിയെന്നാണ് ഖത്തറിന്റെ വിശദീകരണം. പ്രതിരോധ നടപടികളുടെ ഭാഗമായി അവർക്ക് ആവശ്യമായ മറ്റ് താമസ സ്ഥലങ്ങൾ ഒരുക്കിയതായും എംബസി സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം UAEയിലെ നയതന്ത്ര കാര്യാലയങ്ങൾ അമേരിക്ക അടച്ചു. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെയാണ് പുതിയ നടപടി. അബുദാബിയിലെ എംബസിയും ദുബായിലെ കോൺസുലേറ്റുമാണ് അനിശ്ചിതകാലത്തേക്ക് അടച്ചത്. അത്യാവശ്യ വിഭാഗത്തിലല്ലാത്ത എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരോടും UAE വിടാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിട്ടു. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് വിസ സേവനങ്ങളും പാസ്പോർട്ട് പുതുക്കലും ഉൾപ്പെടെയുള്ള എല്ലാ കൗൺസിൽ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു.
നിലവിൽ വിസയ്ക്കായി പാസ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളവർക്ക് സാഹചര്യം അനുകൂലമാകുമ്പോൾ അവ തിരികെ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇറാനിലെയും ലെബനനിലെയും 2000-ലധികം കേന്ദ്രങ്ങൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെടുന്നു. ഓപ്പറേഷൻ ആരംഭിച്ച് 100 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും മിസൈൽ ലോഞ്ചറുകളെയും തകർക്കാൻ സഖ്യസേനയ്ക്ക് സാധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 300ഓളം ഇറാനിയൻ മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ വ്യോമാതിർത്തി അടച്ചിടലും സുരക്ഷാ അപകടങ്ങളും കാരണം 23,000-ലധികം വിമാനങ്ങൾ റദ്ദാക്കാൻ കാരണമായി. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഇറാനിൽ US-ഇസ്രായേൽ സംയുക്ത ആക്രമണം നടത്തിയതിനു ശേഷം ശനിയാഴ്ച അവസാനം വരെ ദുബായിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചത് നീട്ടി. ഫെബ്രുവരി 28 മുതൽ മിഡിൽ ഈസ്റ്റിലേക്കും തിരിച്ചുമുള്ള 36,000 ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളിൽ പകുതിയിലധികവും റദ്ദാക്കിയതായി അനലിറ്റിക്സ് സ്ഥാപനമായ സിറിയം ലിമിറ്റഡിനെ ഉദ്ധരിച്ച് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. ഖത്തറിലെ ഇന്ത്യൻ എംബസി ബുധനാഴ്ച ഖത്തറിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് എംബസി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച പൊതു അറിയിപ്പിന് അനുസൃതമായി ഖത്തറിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും യോഗ്യതയുള്ള ഖത്തരി അധികാരികൾ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഇന്ത്യൻ പൗരന്മാർ വീടിനുള്ളിൽ തന്നെ തുടരാനും അനാവശ്യമായ ചലനങ്ങൾ ഒഴിവാക്കാനും എംബസി നിർദ്ദേശിച്ചു. ആവശ്യമുള്ള ഏത് സഹായത്തിനും അടിയന്തര സാഹചര്യങ്ങൾക്കും എംബസി ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങളും നൽകി. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് മുതൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ കൂടി നൽകിയിരിക്കുകയാണ്. ഇതിനു പുറമെ US സൈനികരുടെ ഏറ്റവും വലിയ സൈനിക താവളത്തിൽ ആക്രമണം നടത്താൻ വെറും 2 മിനിറ്റ് മാത്രം ശേഷിക്കെ ഖത്തർ ഇറാനിയൻ ബോംബർ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയതായി CNN റിപ്പോർട്ട് ചെയ്തു. ബോംബർ വിമാനങ്ങളെ ദൃശ്യപരമായി തിരിച്ചറിഞ്ഞതായും ബോംബുകളും ഗൈഡഡ് യുദ്ധോപകരണങ്ങളും വഹിക്കുന്നതിന്റെ ഫോട്ടോ എടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. സൗദി അൽഖർജിൽ 3 ഡ്രോണുകൾ കൂടി തകർത്തു. നിരവധി തവണ ആക്രമണ ശ്രമം ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തുർക്കിക്ക് US-ന്റെ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ഇറാഖ് സിറിയ വഴി തുർക്കി വ്യോമാതിർത്തിയിലേക്ക് നീങ്ങിയതിന് പിന്നാലെയാണ് US-ന്റെ പിന്തുണ. സംഭവത്തിന് ശേഷം തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ തുർക്കിയുടെ പരമാധികാര പ്രദേശത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ അസ്വീകാര്യമാണെന്നും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് വ്യക്തമാക്കി. ഇറാനിൽ നിന്ന് തൊടുത്തുവിട്ട് തുർക്കി വ്യോമാതിർത്തിയിലേക്ക് പാഞ്ഞു കയറിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ നാറ്റോ വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ഇറാഖി സിറിയൻ വ്യോമാതിർത്തി കടന്നതിന് ശേഷമാണ് മിസൈൽ കണ്ടെത്തിയതെന്ന് മന്ത്രാലയം അറിയിച്ചു. സംഭവത്തിൽ ആർക്കും ആളപായമോ പരിക്കുകളോ ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. US-ഇസ്രായേൽ സംയുക്ത സൈനിക നടപടികളിലൂടെ ഇറാൻ ഭരണകൂടം പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ മോശപ്പെട്ട ഇറാനിയൻ ഭീകര ഭരണകൂടം അമിതമായ സമ്മർദ്ദം നേരിടുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ US സേന മുക്കിയ ഇറാനിയൻ യുദ്ധക്കപ്പലിൽ നിന്നും 87 മൃതദേഹങ്ങൾ കണ്ടെടുത്തതിനു പുറമെ കപ്പലിലുണ്ടായിരുന്ന 100ഓളം പേരെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയപ്പോൾ കപ്പലിന്റെ ഒരു സൂചനയും കണ്ടെത്തിയില്ല എന്ന് നാവിക വക്താവ് കമാൻഡർ ബുദ്ധിക് സമ്പത്ത് പറഞ്ഞു. കടലിൽ പൊങ്ങിക്കിടക്കുന്ന എണ്ണപ്പാടയും ലൈഫ് റാഫ്റ്റുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ പുതിയ തരംഗം വിക്ഷേപിച്ചതോടെ ജെറുസലേമിലും ടെൽ അവീവിലും മധ്യ ഇസ്രായേലിലും ഉടനീളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തുടനീളം മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചതോടെ സാധാരണക്കാരോട് ഷെൽട്ടറുകളിലേക്ക് പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി. ലബനനിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ഗലീലി പാൻഹാർഡിയിലും മുന്നറിയിപ്പ് സൈറണുകൾ സജീവമായി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി സൗദി അറേബ്യ, ഒമാൻ, സൈപ്രസ് എന്നിവിടങ്ങളിലെ US കോൺസുലേറ്റ് ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും രാജ്യം വിടാൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് വിദേശകാര്യ വകുപ്പ്. ലാഹോർ, കറാച്ചി കോൺസുലേറ്റുകളിലെ അത്യാവശ്യ വിഭാഗത്തിലില്ലാത്ത ജീവനക്കാരോടും കുടുംബങ്ങളോടും രാജ്യം വിടാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇറാനെതിരായ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ 4 അമേരിക്കൻ സൈനികരെ US സൈന്യം തിരിച്ചറിഞ്ഞു. സൗദി അരാംകോയുടെ ഏറ്റവും വലിയ ആഭ്യന്തര ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന റാസ് തനുരയിൽ വീണ്ടും ഡ്രോണാക്രമണമുണ്ടായി. മറ്റൊരു ഡ്രോണാക്രമണത്തെ തുടർന്ന് നേരത്തെ സമുച്ചയം അടച്ചിട്ടതായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. ഇന്നലെ ആക്രമണം ഡ്രോൺ ഉപയോഗിച്ചിട്ടാണെന്നും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും പ്രാഥമിക വിലയിരുത്തലിൽ നിന്ന് വ്യക്തമാണെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. ഇസ്രായേലിലെ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനത്തിന് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു.
ഇസ്രായേലിന്റെ അത്യാധുനിക F-35I സ്റ്റെൽത്ത് യുദ്ധവിമാനം ഇറാന്റെ റഷ്യൻ നിർമ്മിത യാക് 130 വിമാനം വെടിവെച്ചിട്ടു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന് മുകളിൽ വെച്ചാണ് ഈ ഏറ്റുമുട്ടൽ നടന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയെ ഉദ്ധരിച്ച് വിവരങ്ങൾ പുറത്തുവന്നു. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയും ഇസ്രായേലിന്റെ ലക്ഷ്യമായിരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഡസൻ കണക്കിന് സുരക്ഷാ കമാൻഡ് സെന്ററുകൾ ലക്ഷ്യം വെച്ച് തങ്ങളുടെ വ്യോമസേന ശക്തമായ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി അറിയിച്ചു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ സൈനിക നീക്കത്തിന് തിരിച്ചടിയായി ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ഇന്നും ശക്തമായ ആക്രമണം നടത്തി. ഇറാനെതിരായ സൈനിക നീക്കത്തിൽ ഒരു അന്തർവാഹിനി ഉൾപ്പെടെ 17 കപ്പലുകൾ തകർത്തതായി US സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ അറിയിച്ചു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ 10 ചാരന്മാരെ പിടികൂടിയതായി ഖത്തർ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി അറിയിച്ചിരിക്കുകയാണ്. ചാരവൃത്തിക്ക് പിടിക്കപ്പെട്ടവർക്ക് ഡ്രോണുകൾ നിയന്ത്രിക്കാനുള്ള പരിശീലനം ലഭിച്ചു. പശ്ചിമേഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യൻ വിമാന കമ്പനികൾ 58 പ്രത്യേക സർവീസുകൾ നടത്തുമെന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം ദക്ഷിണ ലെബനനിലെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയുമായുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷത്തിനിടെയാണ് ഇത്. ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയതോടെ തുടർച്ചയായ 3-ാം ദിവസവും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇസ്രായേൽ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ പറയുന്നതനുസരിച്ച് ഇസ്രായേൽ സേന ലെബനനിലെ തന്ത്രപ്രധാനമായ മേഖലകൾ കൈവശപ്പെടുത്തി. സമീപത്തെ ലെബനീസ് നഗരങ്ങളിൽ ഉള്ളവരോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുകയും വടക്കൻ അതിർത്തിക്ക് സമീപം സൈനിക നിയന്ത്രണ മേഖല വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ, ഗൾഫ് സ്റ്റേറ്റ് വിദേശകാര്യ മന്ത്രിമാർ എന്നിവർ ഇന്ന് വീഡിയോ ലിങ്ക് വഴി ചർച്ച നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതിനു ശേഷം മേഖലയിലുടനീളം അക്രമം വ്യാപിച്ച സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി കാജ കല്ലാസ് വിർച്വൽ യോഗം വിളിച്ചു ചേർത്തത്. ബുഷഹർ വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഇറാനിയൻ യാത്രാ വിമാനം US ഇസ്രായേൽ സൈനികാക്രമണത്തിനിടെ നശിപ്പിക്കപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിലെ വിവിധയിടങ്ങളിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് നിലവിൽ USഉം ഇസ്രായേലും. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് തുടരുകയാണെന്നും മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഇന്നും തുടരുന്ന സാഹചര്യത്തിൽ ഹിസ്ബുള്ളയെ കൂടുതൽ ശക്തിയോടെ ആക്രമിക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി സമിതി രൂപീകരിക്കുന്ന കെട്ടിടത്തിൽ സംയുക്തമായി ഇസ്രായേൽ US സേനകൾ ആക്രമണം നടത്തിയെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതിന്റെ ദൃശ്യങ്ങളും പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലായി ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 40 പേർ കൊല്ലപ്പെടുകയും 246 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയ വക്താവിനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ ആരോഗ്യ മന്ത്രാലയം നൽകിയ മരണസംഖ്യ 52 ആണെന്ന് വക്താവ് വ്യക്തമാക്കി. ഇറാനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകളുടെ ഏറ്റവും പുതിയ ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റ 7 പേർ ചികിത്സയിലാണെന്ന് ഇസ്രായേലിന്റെ മാഗൻ ഡേവിഡ് അഡോം അടിയന്തര സേവനങ്ങൾ അറിയിച്ചു. യുദ്ധം മുറുകുന്നതിനിടയിൽ ഹിസ്ബുള്ള കനത്ത വില നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി ലെബനനിൽ കരയുദ്ധത്തിന് ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടിരിക്കുകയാണ്. അതിർത്തി സുരക്ഷയ്ക്കായി തന്ത്രപ്രധാന മേഖലകൾ പിടിച്ചെടുക്കാനും സൈന്യത്തിന് നിർദ്ദേശം നൽകി. യുദ്ധം 6-ാം ദിവസത്തിലേക്ക് കടന്നതോടുകൂടി ദോഹയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. US എംബസിക്ക് സമീപമുള്ളവരെ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചു. കുവൈറ്റ് തീരത്തിന് സമീപം സ്ഫോടനമുണ്ടായി. മുബാരക് അൽ കബീറിന് 30 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് കപ്പലിൽ സ്ഫോടനമുണ്ടായത്. ചരക്ക് കപ്പലിൽ നിന്നുള്ള എണ്ണ കടലിൽ പരന്നു. കപ്പലിലേക്ക് വെള്ളം കയറുന്നതായും റിപ്പോർട്ടുണ്ട്. കപ്പലിലുള്ളവർ സുരക്ഷിതരാണ്. ദോഹയിലെ US എംബസിക്ക് അടുത്ത് താമസിക്കുന്നവരെ ഖത്തർ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചു. താൽക്കാലിക സുരക്ഷാ നടപടിയുടെ ഭാഗമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒഴിപ്പിക്കുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കും. US-ന് ഭീഷണിയായതിനാലാണ് ശ്രീലങ്കൻ തീരത്തെ കപ്പൽ മുക്കിയതെന്ന് US റിട്ടയർഡ് ജനറൽ മാർക്ക് കിമ്മിറ്റ് അവകാശപ്പെട്ടു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയ ടോർപിഡോ ആക്രമണത്തിലാണ് ഇറാനിയൻ നാവികസേനയുടെ കപ്പൽ തകർത്തത്. എന്നാൽ ഇപ്പോൾ തുർക്കിക്കെതിരെ ഇറാൻ മിസൈൽ വിക്ഷേപിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി ഇറാൻ സൈന്യത്തിന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. തുർക്കിക്കെതിരെ അയച്ച മിസൈൽ നാറ്റോ സഖ്യം തകർത്തുവെന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിലാണ് ഇപ്പോൾ വിശദീകരണം. കടൽ യുദ്ധം മുറുകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലോകത്തെ ആശങ്കയിലാക്കിയിരിക്കുന്നത്.